എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടും പറയാതെ ചെയ്യുന്നോണ്ട് ഉള്ളിലൊരു കള്ളത്തരുണ്ടല്ലോ. അപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വെറുതെ ഇനിയിപ്പോ ഒരു ന്യൂസ് ആവണ്ട. കാരണം ഗോപിക സാന്ത്വനം ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതുകൊണ്ട് എന്നെക്കാൾ സെൻസേഷൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയോട് കൂടിയിട്ട് നമ്മള് എവിടെയും നിർത്തില്ല. ഇന്റർവ്യൂവിൽ ഞാൻ വിടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കുറെ കഥകളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഞാനൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ ഭക്ഷണമൊക്കെ മറക്കും. ഓർക്കില്ല ഫുഡ് കഴിക്കണം എന്നുള്ളതൊക്കെ. ആദ്യത്തെ തവണ ഇയാളൊന്നും ചോദിച്ചില്ല. എന്നിട്ട് ഇയാൾക്ക് മനസ്സിലായി എന്റെ അടുത്ത് ചോദിക്കാതെ ഭക്ഷണം കിട്ടൂല എന്ന്. എന്നിട്ട് അവള് ഇപ്പോഴും പറയാം അതുകൊണ്ടാ ഇവളെ ഞാൻ ഇന്റർവ്യൂലൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെന്നെ ഒരു പരിവാക്കി തരും. അതുകൊണ്ട് എന്ന് വെച്ചാൽ പിന്നെയുള്ള സമയങ്ങളിലാണ് പിന്നെ അവൾ പറഞ്ഞത് അതെ എനിക്ക് വിശക്കുണ്ട്. അപ്പൊ ഞങ്ങള് വണ്ടി എവിടെയെങ്കിലും ഇപ്പൊ സൈഡാക്കി ഞാൻ പോയിട്ട് ടേക്ക് അവേ എടുത്തോണ്ട് വന്നിട്ട് ഇതിനകത്തിരുന്ന് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ കാഷ്യൂ നട്ട്സും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സും റൈസിൻസും പരിപാടികളൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ ഭയങ്കര ഒരു ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് അപ്പുറത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. വണ്ടി ഓടിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ തിരുവനന്തപുരം മുതൽ കാലിക്കറ്റ് വരെ വണ്ടി ഓടിച്ച് തിരിച്ച് കാലിക്കറ്റ് നിന്ന് പട്ടാമ്പി എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം. ഞാൻ എന്തിനു ഇറങ്ങി കഴിഞ്ഞാലും എഫേർട്ട് ഇടും. അത് കല്യാണം എന്ന് മാത്രമല്ല, എനിക്ക് എല്ലാം ഒരേപോലെ. ലൈക്ക് വൺസ് ഐ ഗെറ്റ് ഇൻ ടു സംതിങ് ഞാൻ എപ്പോഴും എന്റെ ടൈം ആൻഡ് എനർജി ഇൻ ടു ഇറ്റ് എപ്പോഴും അങ്ങനെയാണ്. അത് ചെറുത് വലുതൊന്നുമില്ല.